ഫാത്തിമ ഭയങ്കര തിരക്കിലാണ്. ഒരു വശത്ത് ഓഫീസ് ജോലിയുടെ ചിന്തകൾ, മറുവശത്ത് 8 വയസ്സുള്ള മകൻ ആദിയുടെ പഠനകാര്യങ്ങൾ. ആദി, വേഗം എഴുന്നേറ്റ് ഹോംവർക്ക് ചെയ്, സമയം പോയി. ഫാത്തിമയുടെ ശബ്ദം ഉയർന്നു. എന്നാൽ ആദി ശ്രദ്ധിക്കുന്നില്ല. അവൻ ഫോണിൽ കളിക്കുന്നു. ഫാത്തിമ ക്ഷമ നശിച്ച് ഫോൺ പിടിച്ചുവാങ്ങുന്നു. ആദി ദേഷ്യത്തോടെ ബാഗുമെടുത്ത് സ്കൂളിലേക്ക് പോകുന്നു. ഫാത്തിമയുടെ മുഖം വാടി. ഫാത്തിമ കസേരയിൽ തളർന്നിരിക്കുന്നു. എനിക്കിനി വയ്യ. ഈ മകനോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് എനിക്കറിയില്ല. എല്ലാവരും പറയും ഉമ്മയാവുക എളുപ്പമാണെന്ന്. പക്ഷെ ആർക്കും അറിയില്ല ഈ ഒറ്റപ്പെടൽ. അന്ന് വൈകുന്നേരം ഫാത്തിമ തന്റെ സുഹൃത്ത് ആയിഷയെ കാണുന്നു. ഫാത്തിമ തന്റെ വിഷമങ്ങളെല്ലാം ആയിഷയോട് പങ്കുവച്ചു. എന്റെ സങ്കടം കേൾക്കാൻ ആരുമില്ല ആയിഷു. എന്റെ ഭർത്താവിന് തിരക്കാണ്. മകൻ എന്നിൽ നിന്ന് അകന്നു പോകുന്നതുപോലെ തോന്നുന്നു. ഉമ്മയായിട്ട് ഞാൻ തോറ്റുപോവുകയാണോ? ഫാത്തിമ കണ്ണീരോടെ ചോദിച്ചു. ആയിഷ ചിരിച്ചുകൊണ്ട് ഫാത്തിമയുടെ കയ്യിൽ പിടിച്ചു. നീ തോറ്റൊന്നുമില്ല ഫാത്തു. നിനക്കൊരു സഹായിയെ വേണം. എന്റെ ജീവിതത്തിലും ഇങ്ങനെയായിരുന്നു. അപ്പോഴാണ് ഞാൻ പേരന്റ് പ്രോ കോഴ്സിൽ ചേർന്നത്. കോഴ്സോ? ജോലിയുടെ തിരക്കിനിടയിൽ അതിനൊന്നും എനിക്ക് സമയമില്ല, ഫാത്തിമ പറഞ്ഞു. ഇതൊരു സാധാരണ കോഴ്സല്ല. ഇത് നമ്മളെപ്പോലുള്ള അമ്മമാർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. കുട്ടികളുടെ വാശി കൈകാര്യം ചെയ്യാനും അവരുടെ ലോകം മനസ്സിലാക്കാനും ഇതെന്നെ സഹായിച്ചു. വെറും 20 മിനിറ്റ് മതി ഒരു ദിവസം. എന്റെ എല്ലാ സംശയങ്ങൾക്കും ഇതിൽ കൃത്യമായ ഉത്തരം കിട്ടി. ഒരു ലേഡീസ് ഓൺലി ഗ്രൂപ്പ് സപ്പോർട്ടുമുണ്ട്. ഒപ്പം കൂട്ടായി ഒരു മെന്ററും. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാം. നമ്മുടെ പ്രശ്നം കേട്ടിട്ട് പരിഹരിക്കുന്നു. നീയും ജോയിൻ ചെയ്യും. ഫാത്തിമ പാരന്റ് പ്രോ കോഴ്സിൽ ചേർന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഫാത്തിമയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. മകനോട് എങ്ങനെ ക്ഷമയോടെ സംസാരിക്കണമെന്നും അവന്റെ തെറ്റുകളെ എങ്ങനെ പോസിറ്റീവായി തിരുത്തണമെന്നും അവൾ പഠിച്ചു. ഒരു ദിവസം ആദി സ്കൂളിൽ നിന്നും വരുമ്പോൾ ഫാത്തിമ അവനെ കെട്ടിപ്പിടിച്ചു. മോനെ, ഉമ്മ നിന്നെ വഴക്കു പറഞ്ഞതിൽ വിഷമമുണ്ട്. നമുക്ക് ഒരുമിച്ച് ഹോംവർക്ക് ചെയ്യാം, ഓക്കേ എന്ന് ഫാത്തിമ പുഞ്ചിരിയോടെ പറഞ്ഞു. ആദ്യമായി ആദി ഉമ്മയെ ചേർത്തു പിടിച്ചു. താങ്ക്സ് ഉമ്മ, എനിക്ക് ഉമ്മയെ ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പോൾ ഫാത്തിമയുടെ വീട് സന്തോഷം നിറഞ്ഞതാണ്. അവൾ സമാധാനത്തോടെ ജോലി ചെയ്യുന്നു. അവൾ ഇപ്പോൾ ഒരു മികച്ച ഉമ്മയായി മാറിയിരിക്കുന്നു. പേരന്റ് പ്രോ എനിക്കൊരു പേരന്റിംഗ് കോഴ്സ് ആയിരുന്നില്ല. അതൊരു സ്വയം സഹായമായിരുന്നു. നമ്മളെപ്പോലുള്ള ഉമ്മമാർക്ക് മാത്രമേ നമ്മളുടെ വിഷമങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയൂ. നിങ്ങൾക്കും ശാന്തവും സന്തോഷകരവുമായ ഒരു മാതൃത്വം ആഗ്രഹമുണ്ടെങ്കിൽ പേരന്റ് പ്രോയിൽ ഇന്നുതന്നെ ചേരുക. നിങ്ങളുടെ സഹായി നിങ്ങളെ കാത്തിരിക്കുന്നു.